അടുത്ത യൂണിറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ചാലഞ്ചസ് ഓഫ് ലൈഫ് ആണ്. യൂണിറ്റ് 3 ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വരികയാണ്. സക്സസ് ഇസ് നോട്ട് ജസ്റ്റ് മേക്കിംഗ് മണി, ഇറ്റ് ഈസ് അബൌട്ട് പെർസ്യൂവിംഗ് എക്സലൻസ് ടു മേക്ക് ഡിഫറൻസ് ഇൻ ദ സൊസൈറ്റി. സക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കാശ് ഉണ്ടാക്കലും ധനം സമ്പാദിക്കലും അല്ല, അതിന് പകരം സൊസൈറ്റിക്ക് വേണ്ടി ഒന്ന് മാറി ചിന്തിക്കാനും സൊസൈറ്റിയിൽ പുതിയ മാറ്റങ്ങൾ വരുത്താനും നമ്മൾ ശ്രമിക്കണം. അതുപോലെ ഈ ചാപ്റ്ററിൽ പറയുന്നതാണ് എംഫസിസ് ദ ഡിഗ്നിറ്റി ഓഫ് ലേബർ. പിന്നെ ഇത് വരുന്നത് പാഠങ്ങളുടെ പേര് എന്ന് പറഞ്ഞാൽ ഇന്റർവ്യൂ ആണ്. അത് ഇർഫാൻ ആലംസിനെ ഇന്റർവ്യൂ ചെയ്യണം. എ ത്രീ വീൽഡ് റെവല്യൂഷനും പിന്നെ എ പേഴ്സണൽ സ്റ്റോറി ദീദിയാണ്. അത് ബൈ ഷഹീൻ മിസ്ത്രിയും പിന്നെ സ്റ്റാമർ എന്ന് പറയുന്ന സച്ചിദാനന്ദന്റെ ഒരു പോയവുമാണ്. പിന്നെ ത്രീ വീൽഡ് റെവല്യൂഷനിൽ ഇവിടെ ഇമ്പോർട്ടൻ്റ് ഞാൻ പറയുന്നത് സക്സസ് ഈസ് ഫോർ ദോസ് ഹു തിങ്ക് ബിഗ് ആൻഡ് ആക്ട് ഡിഫറൻറ്റ്ലി. ഇനി ത്രീ വീൽഡ് റെവല്യൂഷനിലേക്ക് വരുമ്പോൾ ഇർഫാൻ ആലംസ് 17 വയസ്സുള്ളപ്പോൾ ഒരു ഓട്ടോറിക്ഷയിലൂടെ അഥവാ സൈക്കിൾ റിക്ഷയിലൂടെ ട്രാവൽ ചെയ്യായിരുന്നു. അപ്പോൾ ആൾക്ക് പെട്ടെന്ന് ദാഹിച്ചു. അപ്പോൾ സൈക്കിൾ ഓടിക്കുന്ന ആളോട് ചോദിച്ചപ്പോൾ ആളിൽ വെള്ളമില്ല. അപ്പോൾ ഇർഫാന് മനസ്സിലൊരു കുട്ടി. അപ്പോൾ ആൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാനൊരു 8 വെള്ളം കുട്ടി തരാം, നിങ്ങൾ 2 രൂപയ്ക്ക് വെച്ച് വിറ്റ് കഴിഞ്ഞാൽ അതിൽ നിന്ന് പ്രോഫിറ്റ് 1 രൂപ വീതം 2 പേർക്കും വീതിച്ചെടുക്കാം. അതാണ് ആളുടെ ആദ്യത്തെ ഐഡിയ. പിന്നെ ആളുടെ അച്ഛന് 1992 ഒരു സ്റ്റോക്ക് മാർക്കറ്റ് സ്കാം ഉണ്ടായപ്പോൾ കുറേ കാശ് നഷ്ടപ്പെട്ടു. അപ്പോൾ ആള് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് സ്റ്റാർട്ട് ചെയ്യും. അച്ഛനും അതുപോലെ തന്നെ കൂട്ടുകാർക്കും കുറേ ഉപദേശങ്ങൾ കൊടുത്ത് അവരുടെ കാശൊക്കെ വീണ്ടെടുക്കാൻ സാധിച്ചു. പിന്നെ വരുന്നത് ഒരു ബിസിനസ് പ്രപ്പോസൽ ചെയ്യുന്നുണ്ട്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു ഓർഗനൈസ് ദ റിക്ഷ സെക്ടർ ആൻഡ് മേക്ക് ഇറ്റ് പ്രോഫിറ്റബിൾ വെഞ്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെഞ്ചർ, അതായത് റിക്ഷ സെക്ടർ ഈ പറയുന്ന റിക്ഷ സെക്ടറിനെ കുറച്ചുകൂടി സമൂഹത്തിൽ ഉയർത്തിക്കൊണ്ട് ആ ബിസിനസ് കുറച്ചുകൂടി പുരോഗതി വരുത്താനാണ്. അപ്പോൾ ആൾക്ക് ഇത് ഒരു ഓഡീഷനിൽ ചെന്ന് പറഞ്ഞപ്പോൾ ഓഡീഷന്റെ പേര് പഠിച്ചോ ബിസിനസ് ബസീഗർ 2006 TV ഷോയിൽ ആളുടെ ബിസിനസ് പ്രപ്പോസൽ നടത്തി. അതായത് ഓട്ടോറിക്ഷ റിക്ഷ സെക്ടറിനെ കുറച്ചുകൂടി ഉയർത്തിക്കൊണ്ടുവരാനുള്ള കുറേ ഐഡിയാസ്, അതായത് ജ്യൂസ് വിൽക്കലും അതുപോലെ തന്നെ അഡ്വർടൈസ്മെന്റിന് സ്ഥലം കണ്ടുപിടിക്കലും പ്രൊമോഷൻസ് ചെയ്യലും. അങ്ങനെ ആളുടെ ആ പ്ലാൻ വിജയിച്ചു. ആൾക്ക് 150 lakhs rupees കൊടുത്തു പ്രൈസ് മണി ആയിട്ട്. പക്ഷേ ആൾ ഓഫർ സ്വീകരിച്ചില്ല. അതിന് കാരണം ഈ ഇഫ്രാന്റെ അദ്ദേഹം നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ തുടങ്ങാനായിരുന്നു. പക്ഷേ ഇത് ഈ ബിസിനസ് ബസീഗർ എന്ന് പറഞ്ഞാൽ ഷോക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അവരെന്ത് പറഞ്ഞു, കാശ് തരാൻ പറ്റില്ല. അപ്പോൾ ഇഫ്രാൻ എന്ത് ചെയ്തു, ആള് ഫാമിലിയും ഫ്രണ്ട്സിന്റെയും കിട്ടിയ സീഡ് മണിയിൽ നിന്നാണ് സമാൻ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ സമാന്റെ ഫാമിലിയിലേക്ക് കടന്നു വരുന്നവർക്ക് ആദ്യം തന്നെ ഒരു വെരിഫിക്കേഷൻ പ്രോസസ് ഉണ്ടായിരുന്നു. എന്നിട്ട് അവർക്ക് ട്രാഫിക്കിലുള്ള ബേസിക് ട്രെയിനിങ് കൊടുക്കുകയും അതുപോലെ തന്നെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് അവർക്ക് റിക്ഷ സ്വന്തമാക്കാനുള്ള കാശ് കൊടുക്കും. പിന്നെ സ്വന്തമായിട്ട് ഒരു റിക്ഷ ഉണ്ടാകുമ്പോൾ അവർക്ക് എംപവേർഡ് ആയിട്ട് തോന്നും. അതിന് വേണ്ടിയാണ് സ്വന്തമായിട്ട് ഒരു റിക്ഷ കൊടുക്കുന്നത്. പിന്നെ അവർക്ക് ആക്സിഡന്റിനുള്ളതും ഹെൽത്ത് ഇൻഷുറൻസും കൊടുക്കും. പിന്നെ ID കാർഡും പിന്നെ യൂണിഫോമാണ് അവർക്ക് കൊടുത്തിരുന്നത്. ഇതാണ് ബേസിക്കലി അവർക്ക് സമാൻ പ്രൊവൈഡ് ചെയ്തത്. പിന്നെ അവർക്ക് അഡ്വർടൈസ്മെന്റ് ചെയ്യാനുള്ള സ്ഥലം ഈ റിക്ഷയിലുണ്ടായി. റിക്ഷ മോഡിഫൈഡ് ചെയ്തിട്ട് അതിൽ പരസ്യങ്ങൾ പ്ലേസ് ചെയ്യാനുള്ള സ്ഥലമൊക്കെ വെച്ചു. അങ്ങനെ അഡ്വർടൈസ്മെന്റ് ചെയ്ത് കിട്ടുന്ന കാശ് അവർ റിക്ഷ പുള്ളേഴ്സിന്റെയും സമാന്റെ ഇടയിൽ സ്പ്ലിറ്റ് ചെയ്ത് തുല്യമായിട്ട് വീതിച്ചു കൊടുത്തു. അതുപോലെ തന്നെ റിക്ഷ പുള്ളേഴ്സ് ഈ ജ്യൂസ്, സെൽഫോൺ, പ്രീപെയ്ഡ് കാർഡ്സ് അതൊക്കെ വിറ്റുണ്ടാക്കുന്ന കാശും റിക്ഷ പുള്ളേഴ്സും സമാനം സ്പ്ലിറ്റ് ചെയ്തിട്ടു. അതുപോലെ തന്നെ ഇവർ ജോലി ചെയ്ത് ഇവർ ആൾക്കാരെ കൊണ്ടാക്കി വിട്ട് കിട്ടുന്ന കാശ് അത് അവർക്ക് സ്വന്തമായിട്ട് തന്നെ കൊടുത്തു. റിക്ഷ പുള്ളേഴ്സിന് സ്വന്തമായിട്ട് തന്നെ കൊടുത്തു. പിന്നെ ഈ സമാൻ റിക്ഷ പുള്ളേഴ്സിന്റെ ഭാര്യമാർക്കും കുട്ടികൾക്കും അവർ സമാൻ ഗയ എന്ന് പറഞ്ഞ ഒരു ക്ലാസ് ഒക്കെ വെച്ചു, ഈവനിങ് ക്ലാസ്സുകൾ. അങ്ങനെ ഒരു ഫ്രണ്ട്ലി ആയിട്ടും പ്രോഗ്രസീവ് ആയിട്ടുള്ള വേലാണ് സമാൻ എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ വർക്ക് ചെയ്തത്. പിന്നെ ഇവിടെ ഇമ്പോർട്ടൻസ് സംഭവം എന്താണെന്ന് വെച്ചാൽ an entrepreneur is one who identifies an opportunity and puts in conscious efforts to make it an enterprise. ഇത് ഇമ്പോർട്ടന്റ് വരികയാണ്, ഇത് ഇങ്ങനെ പഠിച്ചു പോവാ. പിന്നെ entrepreneurship is the tool to tackle unemployment in our country by taking calculated risk. പിന്നെ ഇർഫാൻ ആലംസിനെ പറ്റി പറയുകയാണെങ്കിൽ he is the founder and chairman of Saman Foundation. It is a rickshaw pulling sector in Bihar. Saman എന്ന് പറഞ്ഞതിന്റെ അർത്ഥം റെസ്പെക്ട് എന്നാണ്. സമാൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം റെസ്പെക്ട് എന്നാണ്. അവർ പ്രീപെയ്ഡ് സൈക്കിൾ റിക്ഷാസ് ഇൻ ഇന്ത്യ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതുപോലെ തന്നെ സമാന്റെ ഭാവിയിലുള്ള ഈ റിക്ഷ എങ്ങനെ ഭാവിയിലും മോഡിഫൈ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിക്ഷ എന്ന് പറയുമ്പോൾ എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആണ്, പൊല്യൂഷൻ ഫ്രീ ആണ്. അതുപോലെ തന്നെ അവരുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് വിങ് R&D വിങ് സോളാർ പവർഡ് ഫൈബർ ഗ്ലാസ് റിക്ഷാസിനുള്ള റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇതിന് ഒരു ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ് ഇമെയിലിൽ ഇർഫാൻ ആലംസിന് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ടുള്ള ഇമെയിലാണ് എനിക്കൊന്ന് ചോദിക്കാം. അതുപോലെ തന്നെ പാരഗ്രാഫ് റൈറ്റിംഗ്, ഫ്രേസൽ വെബ്സ് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ടെക്സ്റ്റ് ബുക്കിലുള്ള ഫ്രേസൽ വെബ്സ് തന്നെ പഠിച്ചു പോകാൻ നോക്കാം. ബ്രോട്ടം, എൻറ്റേർഡ് ഇൻടു, മെയ്ഡ് അപ്പ്, സെറ്റ് ഔട്ട്, ടു ഗെറ്റ്, ടു ഒബ്റ്റെയിൻ, ടു ഗെറ്റ് ടുഗദർ, ടു മീറ്റ്. പിന്നെ പാസ് അവേ അതൊക്കെ നോക്കാം. പിന്നെ എഡിറ്റ് പാസേജ് വരാറുണ്ട് പറഞ്ഞു. പിന്നെ ഇതിന് ചോദിക്കാൻ ഷോർട്ട് നോട്ട് ഉണ്ട്. അതിന് പറയാം സമാൻ റിക്ഷ പുള്ളേഴ്സ് നൗ ഹാവ് എ സെൻസ് ഓഫ് ബിലോങ്ങിംഗ് ആൻഡ് എംപവർമെന്റ്, ഡിഗ്നിറ്റി ആൻഡ് പ്രോഫിറ്റ് ടു. സമാൻ വാസ് ഫൗണ്ടഡ് ഇൻ 2007. ഇപ്പോൾ 18 എല്ലാവർക്കും അറിയാം. ഇറ്റ് വാസ് ഫൗണ്ടഡ് ഇൻ 2007 ജനിച്ച വർഷം. ആൻഡ് എന്റർപ്രണർ ഈസ് വൺ ഹു ഐഡന്റിഫൈസ് ആൻ ഓപ്പർച്യൂണിറ്റി ആൻഡ് പുട്ട് കോൺഷ്യസ് എഫർട്സ് ടു മേക്ക് ഇറ്റ് ആൻ എന്റർപ്രൈസ്. ഇറ്റ് ഈസ് എ ടൂൾ ടു ടാക്കിൾ അൺഎംപ്ലോയ്മെന്റ് ഇൻ ദ കൺട്രി. യൂത്ത് മസ്റ്റ് ടേക്ക് കാൽക്കുലേറ്റഡ് റിസ്ക് ടു അച്ചീവ് their dreams. ഇനി ദീദി എന്ന് പറഞ്ഞാൽ അതുപോലെ എന്റർപ്രണർഷിപ്പ് ആണ്. അത് എഴുതിയത് ഷഹീൻ മിസ്ത്രിയാണ്. ഈ കഥ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷഹീൻ മിസ്ത്രി എന്ന് പറയുന്ന ആളുടെ പർപ്പസ് ഓഫ് ലൈഫ് കണ്ടുപിടിക്കാൻ വേണ്ടി ഇങ്ങനെ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിൽ ഒരു വട്ടം ഇന്ത്യ സന്ദർശിച്ചപ്പോൾ അവള് ഒരു ഓർഫനേജ് കാണാനിടയായി. ഓർഫനേജിൽ ക്രൈയിങ് ചിൽഡ്രൻ, ലാഫിംഗ് ചിൽഡ്രൻ, കട്ട് ചിൽഡ്രൻ, സ്ക്രീമിംഗ് ചിൽഡ്രൻ എന്നിങ്ങനെ പലതരത്തിലുള്ള ചിൽഡ്രൻസിനെ കാണാൻ ഉള്ളൊരു അവസരം കിട്ടി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഐ ബിഗൻ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദ ലൈഫ് വാസ് ഇൻ പെർഫെക്റ്റ് ഡ്യൂറിംഗ് മൈ സമ്മർ വെക്കേഷൻ. ഇങ്ങനെ പറയാൻ കാരണം എന്താണ്, സമ്മർ വെക്കേഷൻ ഇന്ത്യയിൽ വരുമ്പോഴാണ് അവൾ മനസ്സിലാക്കിയത് ഇങ്ങനെ പാവപ്പെട്ടവർ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ടെന്ന്. അവളുടെ അച്ഛനൊരു ബാങ്കായിരുന്നു. പിന്നെ അവൾ ഇവിടെ വിസിറ്റ് ചെയ്തെന്ന് വെച്ചാൽ ദ ഹാപ്പി ഹോം, ദ സ്കൂൾ ഫോർ ദ ബ്ലൈൻഡ്സ്, പിന്നെ ചിൽഡ്രൻ റണ്ണിംഗ് അപ്പ് ആൻഡ് ഡൗൺ സ്റ്റെയർസ് ഓർ പ്ലേയിങ് ക്രിക്കറ്റ് ഓൺ ദ ടെറസ് വിത്ത് ബോൾ ദാറ്റ് ജിംഗിൾ. ഇവർക്കൊക്കെ കണ്ടു കാണാത്ത പിള്ളേർക്ക് ചെയ്തുകൊണ്ട് ഇവര് ബോൾസ് ഇങ്ങനെ ശബ്ദമൊക്കെ ഉണ്ടാവുന്ന ബോൾസ് ഒക്കെ വെച്ചിട്ടാണ് ക്രിക്കറ്റ് കളിച്ചിരുന്നത്. ഓക്കെ. പിന്നെ ഇവളുടെ വീട്ടിലെ ഭക്ഷണമൊക്കെ കഴിയുമ്പോൾ ഇവള് ഈ ബ്ലൈൻഡ് സ്കൂളിലെ ഡൈനിങ് ഹാളിൽ വന്നിരിക്കും. അപ്പോഴാണ് ഇവൾ മനസ്സിലാക്കുക ഇത്രയധികം വിഭവങ്ങളൊന്നും ഈ പാവപ്പെട്ട കുട്ടികൾക്ക് പോലും കിട്ടുന്നില്ല. അവൾക്ക് എത്ര ഭാഗ്യപ്പെട്ട ആളാണ്. അതുപോലെ ചിൽഡ്രൻ വുഡ് ബെഗ് ഇൻ ദ സ്ട്രീറ്റ് ആൻഡ് സീ പൈൽസ് ഓഫ് വേസ്റ്റഡ് ഫുഡ്സ്. ഈ പാർട്ടിക്കൊക്കെ ശേഷം കുറേ ഫുഡുകൾ ഇങ്ങനെ വേസ്റ്റ് ആയി കിടക്കുന്നത് ഇവിടെ മുംബൈ സിറ്റിയിലൊക്കെ കാണും. അതുപോലെ തന്നെ ഈ പിള്ളേരൊക്കെ ഇങ്ങനെ തെണ്ടി അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്നത് പഠിക്കേണ്ട കാലത്ത് ഇങ്ങനെ നടക്കുന്നതൊക്കെ ഇവളുടെ ശ്രദ്ധയിൽ വിടും. അതുപോലെ തന്നെ
ഇവരുടെ ജീവിതം മാറ്റിമറിച്ചൊരു കഥ ഇവിടെ പറയുന്നുണ്ട്. 3 children ran up to my window and smiled and begged. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കാറിൽ പോയിരുന്നു ട്രാഫിക്കിൽ. അപ്പോൾ ഇവിടെ ടാക്സി സ്റ്റോപ്പ് ആയിപ്പോൾ 3 പിള്ളേർ വന്ന് ഇവിടെ വിൻഡോയുടെ അടുത്ത് വന്ന് ബെഗ് ചെയ്തു. അത് കണ്ടപ്പോഴേ ഇവർക്ക് ഒരു ഉൾക്കാഴ്ച കിട്ടി. ഇൻട്രോസ്പെക്ഷൻ ഉൾക്കാഴ്ച കിട്ടി. അങ്ങനെയാണ് ഇവർക്ക് ഇന്ത്യയിൽ സ്റ്റേ ചെയ്യണം എന്നുള്ള ഒരു മനോഭാവത്തിലേക്ക് എത്തുന്നത്. ഇവിടെ ഒരു ഡയലോഗ് പറയുന്നുണ്ട്. വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ ദ എക്സ്പ്രഷൻ മാനിക്യൂർഡ് റിയാലിറ്റി ഓഫ് മൈ യൂണിവേഴ്സിറ്റി ലൈഫ്. മാനിക്യൂർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പോളിഷ്ഡ് എന്നാണ് അർത്ഥം. ഇവിടെ പോലും വിചാരിച്ചിരുന്നത് ഇവിടെ യൂണിവേഴ്സിറ്റിയിലുള്ള എല്ലാ പിള്ളേർക്കും നല്ല രീതിയിൽ പഠിക്കാനും എല്ലാത്തിനുള്ള സൗകര്യങ്ങൾ ഉണ്ടെന്നാണ്. പക്ഷേ ഇന്ത്യയിൽ ഇപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പല കുട്ടികളും ഇപ്പോഴും പഠിക്കാൻ പോലും അവസരമില്ലാണ്ട് ഭക്ഷണത്തിന് പോലും വകയില്ലാണ്ട് തന്നെ നടത്താന്ന്. പിന്നെ ഇവരുടെ പാരന്റ്സ് ഇവിടെ ഇന്ത്യയിൽ നിൽക്കണം പറഞ്ഞപ്പോൾ 2 കണ്ടീഷനാണ് വെച്ചത്. ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷീ മസ്റ്റ് ഗെറ്റ് അഡ്മിഷൻ ഇൻ ഗുഡ് അണ്ടർ ഗ്രാജുവേറ്റ് കോളേജ് ഇൻ ദാറ്റ് സിറ്റി ആൻഡ് മസ്റ്റ് ലേറ്റർ ട്രാവൽ അബ്രോഡ് ഫോർ ദ ഗ്രാജുവേറ്റ് ഡിഗ്രി. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കണം. പിന്നെ ഇവിടെ പറയുന്നത് ഇവിടെ സെന്റ് സേവിയേഴ്സ് സ്കൂളിൽ എങ്ങനെയാണ് അഡ്മിഷൻ എടുത്തെന്ന് പറയുന്നുണ്ട്. അവിടുത്തെ അഡ്മിഷൻ ഡേറ്റ് ക്ലോസ് ആയിട്ട് അവിടുത്തെ കുറിച്ച് പറയും പ്രിൻസിപ്പാളിന്റെ ഓഫീസിലേക്ക് ഒരു ബാക്ക് ഡോർ ഉണ്ടെന്ന്. അപ്പോൾ അവൾ ആ ഡോർ വഴി പ്രിൻസിപ്പാളിനെ പോയി കാണും. ഫാദർ ഡിക്രൂസ് ആണ് അവിടുത്തെ പ്രിൻസിപ്പാൾ. അപ്പോൾ ആൾ പോയി കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവസാനം ഇംപ്രസ് ചെയ്ത് അവളൊരു അഡ്മിഷൻ മേടിച്ചെടുക്കും. സെന്റ് സേവിയേഴ്സ് സ്കൂൾ ഇന്ത്യയിലുള്ള സ്കൂൾ മോർ ബുക്കിഷ് ആണ് അവിടുത്തെ സ്റ്റഡി രീതി. പക്ഷേ US ലുള്ളത് അക്കാഡമിക് റിഗർ ആൻഡ് ഇന്റലക്ച്വൽ സ്റ്റിമുലേഷൻ ആണ് അവരുടെ പഠന രീതി. ഓക്കെ, അത് പഠിച്ചു വെച്ചോ. പിന്നെ ഐ ഡിഡ് ഏബിൾ ടു ലേൺ മോർ ഇൻ ദ സിറ്റി ബിയോണ്ട് ദ ക്ലാസ് റൂം. അവൾ ഇന്ത്യയിൽ വന്നപ്പോൾ തന്നെ അവൾക്ക് ക്ലാസ് റൂമിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ അവൾക്ക് അവിടുത്തെ സിറ്റിയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. പിന്നെ അവിടുത്തെ സിറ്റിയിൽ അവൾ കണ്ട കാഴ്ചകൾ കിട്ടുന്ന വെച്ചാൽ 1000 പീപ്പിൾ ലിവ് ഇൻ കോളനി വിത്ത് നോ റണ്ണിംഗ് വാട്ടർ ആൻഡ് നോ സിസ്റ്റം ഓഫ് വേസ്റ്റ് ഡെപ്പോസിറ്റ്. വേസ്റ്റ് പോലും ഡെപ്പോസിറ്റ് ചെയ്യാൻ ഇല്ലാത്ത സ്ഥലത്താണ് ഈ 1000ഓളം പേര് കുമിഞ്ഞുകൂടി താമസിച്ചിരുന്നത്. ഇത്രയും ചെറിയ സ്ഥലത്ത് കുറേ പേര് ഇങ്ങനെ ഓവർ പോപ്പുലേറ്റഡ് ആയിട്ട് താമസിക്കുന്നത് അവൾ ശ്രദ്ധയിൽപ്പെട്ടത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവൾ സന്ധ്യ എന്ന് പറയുന്ന ഒരു പെൺകൊച്ചിന്റെ വീട്ടിലേക്ക് കയറുന്നത്, ക്ഷണിക്കപ്പെടുന്നത്. അങ്ങനെ സന്ധ്യ എന്ന് പറയുമ്പോൾ സന്ധ്യക്ക് ഇംഗ്ലീഷ് അറിയില്ല, ഹിന്ദി അറിയില്ല. അങ്ങനെ ഒരു ബ്ലാബ്ലി ബ്ലൂ എന്ന് പറഞ്ഞ് അവസാനം ഒരു സംഭാഷണം നിർത്തും. പക്ഷേ അത് അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. പിന്നെ ഇവിടെ സ്കൂൾ വിട്ട് വരുമ്പോൾ ഈ കോളേജ് വിട്ട് വരുമ്പോൾ ഇവർക്ക് അത് കുറേ പിള്ളേർ പിന്നെ ഫാൻസ് ആയി ഇവർക്ക് വേണ്ടി. അപ്പോൾ ഈ ചിൽഡ്രൻസ് വുഡ് ഷൗട്ട് ദീദി എക്സൈറ്റഡ്ലി വെൻ ഐ വെന്റ് ദിസ് വാസ് ദ സ്റ്റാർട്ടിംഗ് ടു ഫീൽ ലൈക്ക് എ ലൈഫ് ലോങ് കമ്മിറ്റ്മെന്റ്. ഇവർക്ക് പിള്ളേരുടെ വീഡിയോ ഒക്കെ കേട്ടപ്പോഴാണ് ഇന്ത്യയിൽ തന്നെ കുറേ നാൾ സ്റ്റേ ചെയ്യണം എന്നുള്ള ആഗ്രഹം വന്നത്. അങ്ങനെയാണ് ഈ ആകാംക്ഷ എന്ന് പറയുന്ന ഒരു ഐഡിയ ഇവളുടെ മനസ്സിലും എടുക്കൊട്ട് ചെയ്ത്. അപ്പോൾ ഇവിടെ ആകാംക്ഷ എന്ന് പറഞ്ഞൊരു സെന്റർ തുറന്നു. അവൾക്ക് ആദ്യം തന്നെ ക്ലാസ് റൂമുകൾ വേണം, പിന്നെ ഫണ്ട് വേണം, അതുപോലെ കുറേ പ്രശ്നങ്ങൾ നേരിടും. അങ്ങനെ ഒരു ക്ലാസ് ഫണ്ടൊക്കെ റെഡി. പിന്നെ ടീച്ചർമാരായിട്ട് ഇവളുടെ ഫ്രണ്ട്സിനെ തന്നെ അവൾ ഹോസ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ ആദ്യമായിട്ട് ഇവൾക്ക് ഈ പറയുന്ന ആകാംക്ഷ സെന്റർ തുടങ്ങാൻ സഹായിച്ചത് ഹോളി നെയിം ഹൈസ്കൂളാണ്. മിക്ക സ്കൂളുകാരും ഇവിടെ സമ്മതിച്ചില്ല. അവരുടെ സ്കൂളിലെ സാധനങ്ങളൊക്കെ ഈ തെരുവുകളിൽ വന്നിട്ട് നശിപ്പിക്കുക എന്നുള്ളൊരു പേടി കാരണം ആരും ഈ ആകാംക്ഷ എന്ന് പറഞ്ഞ ഐഡിയക്ക് കൂട്ടുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹോളി നെയിം ഹൈസ്കൂൾ ഇൻ കൊലാബ became the first ആകാംക്ഷ സെന്റർ. ആകാംക്ഷ എന്ന് പറഞ്ഞാൽ in bringing people who could teach spaces that could be utilized as classrooms and the funds with which to educate all the children. ഇത് ഇമ്പോർട്ടന്റ് ആണ്. People need housing, water and education. ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് ഹൗസിംഗ്, വാട്ടർ, എഡ്യൂക്കേഷൻ ആണ്. പിന്നെ ക്ലാസ്സസ് were the place for children to feel safe. പിള്ളേരെ ഏറ്റവും കൂടുതൽ സേഫ് ആയിട്ട് ഇരിക്കുന്നത് ഈ ക്ലാസ് റൂമുകളിലാണ്. ആദ്യമായിട്ട് ആകാംക്ഷ സ്ഥാപിച്ചത് എപ്പോഴാണ്? 1991 ഓക്കെ, വിത്ത് 15 ചിൽഡ്രനിലാണ് ഈ ആകാംക്ഷ സ്റ്റാർട്ട് ആക്കുന്നത്. പിന്നെ ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്ന ഒരു വരിയുണ്ട്. ദ സ്റ്റോക്ക് ഇൻഗ്രീഡിയൻസ് വർ ബേസിക് ഇംഗ്ലീഷ്, മാത്സ് ആൻഡ് എ ഡാഷ് ഓഫ് വാല്യൂസ്, സെൽഫ് എസ്റ്റീം ആൻഡ് കോൺഫിഡൻസ്. ഇവരുടെ ക്ലാസ്സുകളിൽ എന്തൊക്കെ ടീച്ച് ചെയ്തത്? ഇംഗ്ലീഷ്, മാത്സ്, പിന്നെ മോറൽ വാല്യൂസും, പിന്നെ പിള്ളേരെ എൻകറേജ് ചെയ്യുന്ന രീതിയിൽ കോൺഫിഡൻസ് തരുന്ന രീതിയിലുള്ള ക്ലാസ്സുകൾ. പിന്നെ ഷഹീം മിസ്ത്രീനെ പറ്റി പറയുകയാണെങ്കിൽ ഷീ ഈസ് എ ഇന്ത്യൻ സോഷ്യൽ ആക്ടിവിസ്റ്റ് ആൻഡ് ഷീ ഈസ് ദ ഫൗണ്ടർ ഓഫ് ആകാംക്ഷ ഫൗണ്ടേഷൻ ആൻഡ് ഇന്ത്യൻ എഡ്യൂക്കേഷണൽ ഇനിഷ്യേറ്റീവ്. പിന്നെ ഇതിൽ മാനിക്യൂറിന്റെ അർത്ഥം പഠിക്കണം. ഇറ്റ് ഈസ് കോസ്മെറ്റിക്കലി ട്രീറ്റഡ് ഓർ പോളിഷ്ഡ്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുക ജോബ് അപ്ലിക്കേഷനും റെസ്യൂമാണ്. മിക്ക ഇംഗ്ലീഷ് ചോദിക്കുന്ന കാര്യമാണ് റെസ്യൂം എങ്ങനെ എഴുതാണ്. റെസ്യൂം എപ്പോഴും ടെസ്റ്റിലുള്ള രീതിയിലാണ് എഴുതാൻ ശ്രമിക്കുക. മറ്റു ഗൈഡുകൾ നോക്കാതെ ടെസ്റ്റിൽ അതേ ഫോർമാറ്റ്. ആദ്യം ഫ്രം അഡ്രസ് FH, പിന്നെ ഡേറ്റ്, പിന്നെ ടു അഡ്രസ് ടു ദ മാനേജർ, കമ്പനി അഡ്രസ്, അങ്ങനെ എന്തെങ്കിലും. പിന്നെ റെസ്പെക്ടഡ് സാർ എന്ന് പറഞ്ഞ് എന്തെങ്കിലും എഴുതാം, DER. പിന്നെ ഓപ്പണിംഗ് പാരഗ്രാഫ്, പിന്നെ മിഡിൽ പാരഗ്രാഫ്, ക്ലോസിംഗ് പാരഗ്രാഫ്, അവസാനം യുവർ സിൻസിയർലി പേര് എഴുതാം. പിന്നെ റെസ്യൂം എഴുതുമ്പോൾ ഇപ്പോഴത്തെ അഡ്രസ് എഴുതണം ഈ ഭാഗത്ത്. പിന്നെ അടുത്ത് നമ്മുടെ പേര്, ഇമെയിൽ അഡ്രസ്, ഫോൺ നമ്പർ, ഇതേ ഫോർമാറ്റിൽ തന്നെ എഴുതാം. പിന്നെ ഇപ്പുറത്തും പെർമനന്റ് അഡ്രസ് എഴുതാം. അത് ഏതെങ്കിലും സൈഡിൽ എഴുതിയാൽ മതി. പിന്നെ ഒബ്ജക്റ്റീവ് എന്താണ് ഈ റെസ്യൂം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എഴുതാം. എഡ്യൂക്കേഷൻ, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എഴുതാം. ഒരു ടേബിൾ പോലെ എഴുതിയാൽ ഏറ്റവും നല്ലത്. ഏറ്റവും അടുത്ത് തീർന്ന ക്വാളിഫിക്കേഷൻ, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആദ്യം എഴുതാം. പിന്നെ നമ്മൾ +2 പഠിച്ച് പാസ് ചെയ്താൽ അങ്ങനെ. ഇപ്പോൾ നമുക്ക് ഇംഗ്ലീഷിലുള്ള ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ ഗ്രാജുവേറ്റഡ് ഇൻ ഇംഗ്ലീഷ് അങ്ങനെ എന്തെങ്കിലും എഴുതാം. പിന്നെ പെർസെന്റേജ് എഴുതാം. അത് കഴിഞ്ഞ് നമ്മൾ +2 പാസ് ആയി എഴുതാം. പിന്നെ +2 എത്ര മാർക്ക് കിട്ടിയെന്ന് എഴുതാം. പിന്നെ SSLC എഴുതാം. SSLCക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് എഴുതാം. അങ്ങനെ. പിന്നെ എഡ്യൂക്കേഷൻ എഴുതാം. എക്സ്പീരിയൻസ് എഴുതാം. എവിടെയെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് എഴുതാം. പിന്നെ ആക്ടിവിറ്റീസ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് എഴുതാം. പിന്നെ അച്ചീവ്മെന്റ്സ്, എന്തെങ്കിലും അച്ചീവ്മെന്റ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എഴുതാം. എന്തെങ്കിലും ക്വാളിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ എഴുതാം. പിന്നെ സ്കില്ലുകൾ എഴുതാം. എന്തെങ്കിലും ഇംഗ്ലീഷ് തറവാന്ന് പറയാമെങ്കിൽ അങ്ങനെ എഴുതാം. പിന്നെ ലാംഗ്വേജസ് എഴുതാം. പിന്നെ ഇൻട്രസ്റ്റുകൾ എഴുതാം. എന്തൊക്കെയാണ് ഹോബീസ് എന്നൊക്കെ എഴുതാം. വേറെ കാര്യം ശ്രദ്ധിക്കുന്നത് നമ്മൾ സ്കൂളിന്റെ പേരൊന്നും സ്ഥലത്തിന്റെ പേരൊന്നും നമ്മൾ പബ്ലിക് എക്സാമിന് എഴുതാൻ പാടില്ല. അതിന് പറയുമ്പോൾ ABC സ്കൂളിൽ XYZ സ്കൂളിൽ അങ്ങനെ എന്തെങ്കിലും എഴുതാം. പിന്നെ നമ്മൾ ചോദിക്കുക ജോബ് ഇന്റർവ്യൂ ആണ്. ജോബ് ഇന്റർവ്യൂവിന്റെ ഫോർമാറ്റ് ടെസ്റ്റിൽ തന്നെ വന്നത്. ഇനി നമ്മൾ പറയുന്നത് സ്റ്റാമർ എന്ന് പറഞ്ഞ പോയാണ്. അതായത് ഇത് സച്ചിദാനന്ദൻ. ഓക്കെ, സ്റ്റാമർ ഈസ് നോട്ട് എൻ ഹാൻഡിക്യാപ്പ്. എന്ന് വെച്ചാൽ സ്റ്റാമർ ഒരു ശാരീരികമായ ബുദ്ധിമുട്ടോ ശാരീരികമായ ഒരു കുറവല്ല. ഇറ്റ് ഈസ് എ മോഡ് ഓഫ് സ്പീച്ച്. അതൊരു തരം ഭാഷയാണ്. ആദ്യത്തെ പാരഗ്രാഫിൽ പറയുന്നത് സ്റ്റാമർ ഈസ് എ സൈലൻസ് ദാറ്റ് ഫാൾസ് ബിറ്റ്വീൻ ദ വേർഡ്സ് ആൻഡ് ഇറ്റ്സ് മീനിങ്. അർത്ഥത്തിന്റെയും വാക്കിന്റെയും ഇടയിൽ വരുന്ന ഒരു നിശബ്ദതയാണ് ഈ പറയുന്ന വിക്ക് എന്ന് പറയുന്നത്. സ്റ്റാമർ എന്ന് പറഞ്ഞാൽ വിക്ക് എന്നാണ് അർത്ഥം. വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് ദ ലേംനെസ് എന്ന് വെച്ചാൽ മുടുന്നതാണ് അർത്ഥം. In the silence that falls between the word and the deed. Word and the deed എന്ന് വെച്ചാൽ പരാമർശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള ഡിഫറൻസ്. ഒരാൾ ഒരു കാര്യം ചെയ്യാന്ന് പറഞ്ഞിട്ടും ആളുടെ മനസ്സിലിരിപ്പ് വേറെ ആയിരിക്കും. ഒരു നല്ല കാര്യം ചെയ്യാന്ന് പറയുമ്പോൾ ആളുടെ മനസ്സിൽ ചിലപ്പോൾ വേറെ 100 കാര്യങ്ങൾ ഉണ്ടാവും. അതിനാണ് ഇവിടെ കവി പരാമർശിക്കുന്നത്. വേർഡ് ആൻഡ് ഡീഡ് പറയാൻ ഇപ്പോൾ രാഷ്ട്രീയക്കാർ ഇപ്പോൾ ഇങ്ങനെ കുറേ വീരവാദങ്ങൾ അടിക്കും വോട്ട് കിട്ടുന്ന സമയമാകുമ്പോൾ. പക്ഷേ അവർ പ്രവൃത്തിയിൽ എത്ര കാര്യങ്ങൾ വരുന്നുണ്ട് അങ്ങനെ രീതിയിലും ഇത് വ്യാഖ്യാനിക്കാം. ഡിഡ് സ്റ്റാമർ പ്രൊസീഡ് ലാംഗ്വേജ് ഓർ സക്സീഡ്? ഈസ് ഇറ്റ് ദ ഓൺലി ഡയലക്ട് ഓർ എ ലാംഗ്വേജ് ഇറ്റ്സെൽഫ്? ഈ സ്റ്റാമറിംഗ് പറയുന്നത്, ഈ വിക്ക് എന്ന് പറയുന്നത് അതിൻ്റെതായ ഒരു പുതിയ ഭാഷയാണോ എന്നാണ് കവി ചോദിക്കുന്നത്. ദീസ് ക്വസ്റ്റ്യൻസ് മേക്ക് ദ ലിംഗ്വിസ്റ്റ് സ്റ്റാമർ. എന്ന് വെച്ചാൽ ഈ
വിക്കിന്റെ ഉത്ഭവം എവിടെയാണെന്നാണ് കവി അന്വേഷിക്കുന്നത്. ഇതിന്റെ ഒരു ഉത്തരം അറിയാൻ വേണ്ടി ഇയാൾ ലിംഗ്വിസ്റ്റിനെ കാണാൻ പോകും. ലിംഗ്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് എക്സ്പെർട്ട് എന്നാണ് അർത്ഥം. ഭാഷയിൽ നല്ല പരിജ്ഞാനമുള്ള ആള്. ആളുടെ അടുത്ത് പോയി ചോദിച്ചിട്ട് പോലും ആളും വിക്കാണ് ഈ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ. അപ്പോൾ ഇത് മനസ്സിലാക്കേണ്ടത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ളവർ വരെ വിൽക്കുന്നതാണ്. എന്നാൽ ആരും ഈ ലോകത്ത് പെർഫെക്റ്റ് ആയിട്ട് ഇല്ലാന്നാണ് അർത്ഥം. ഈച്ച് ടൈം വി സ്റ്റാമർ വി ഓഫർ എ സാക്രിഫൈസ് ടു ഗോഡ് ഓഫ് മീനിങ്സ്. അർത്ഥങ്ങളുടെ ദൈവത്തിന് നമ്മൾ ബലി കഴിക്കണമെന്നാണ് നമ്മൾ ഓരോ വട്ടം വിൽക്കുമ്പോൾ അതിന്റെ ഇടയിൽ ഓരോ വാക്കിനും ഓരോ അർത്ഥമുണ്ട്. ആ അർത്ഥങ്ങൾ നമ്മുടെ നിന്ന് വിൽക്കുമ്പോൾ ആ ഗ്യാപ്പ് വരുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് അവിടെ നമ്മൾ ദൈവത്തിനോട് ഈ ഭാഷയുടെ ദൈവത്തോട് ഒരു ബലി അർപ്പിക്കുന്ന പോലെയാണ്. ഇനി വെൻ എ വോൾ പീപ്പിൾ സ്റ്റാമർ ബിക്കം ദെയർ മദർ ടങ്. ഇവിടെ കവി പരാമർശിക്കുന്നത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, കുറെ കൊലപാതകങ്ങൾ, കുറെ അഴിമതികൾ, അതൊക്കെ കുറച്ച് പേര് ഇങ്ങനെ ഒരു കൂട്ടം ആൾക്കാർ കാണിക്കുമ്പോൾ പലരും ഇത് കണ്ണടച്ച് വിടുന്നതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്, അത് ഒരു സാധാരണ കാര്യമായിട്ട് മാറുന്നത്. ഇറ്റ് ബിക്കം ദെയർ ഓൺ മദർ ടങ്. ഒരു മിസ്റ്റേക്ക് ഒരാൾ കുറേ പേര് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിക്കും മിസ്റ്റേക്ക് അല്ല, അതൊരു കാര്യം തന്നെയായിട്ട് മാറുന്നു. ഓക്കെ, അങ്ങനെ ഒരു അർത്ഥാണ് ഇവിടെ കവി സൂചിപ്പിക്കുന്നത്. പിന്നെ ഗോഡ് ടു മസ്റ്റ് ഹാവ് സ്റ്റാമർഡ് വെൻ ഹി ക്രിയേറ്റഡ് മാൻ. ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് കവി എത്താൻ കാരണം ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, സമൂഹത്തിൽ ഓരോ കാര്യങ്ങൾ എടുക്കുമ്പോൾ കവിതയായാലും അതോ സാമൂഹിക പ്രശ്നങ്ങളായാലും എന്തെടുത്താലും അവിടെ ഒരു വിക്കൽ അല്ലെങ്കിൽ സ്റ്റാമറിംഗ് എന്ന് പറഞ്ഞാൽ പ്രവൃത്തിയിലൊരു വാക്കിലുള്ളൊരു വിടവ്, ആ ഒരു സംഭവം എവിടെയും കാണാൻ പറ്റും. ഏതൊരു സംഭവം എടുത്താലും അതിൽ കാണാൻ പറ്റും. ഇവിടെ ഇന്നർ മീനിങ് ആണ് സ്റ്റാമറിംഗിന് കൊടുക്കുന്നത്. അപ്പോൾ കവി ആലോചിക്കുന്നത് എന്താണ്, ദൈവത്തിനും ഇതുപോലെ മനുഷ്യരുണ്ടാക്കിയപ്പോൾ ഒരു സ്റ്റാമറിംഗ് സംഭവിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും ആളുടെ ഒരു ഇംപെർഫെക്ഷൻ ഈ പറയുന്ന മനുഷ്യരിലേക്ക് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ ഒരു മീനിങ് ആണ് കൊടുക്കുന്നത്. ദാറ്റ് ഈസ് വൈ എവരിതിങ് ഹി ഹട്ടേഴ്സ് ഫ്രം ഹിസ് പ്രയേഴ്സ് ടു ഹിസ് കമാൻഡ്സ് സ്റ്റാമേഴ്സ്. പ്രയേഴ്സും കമാൻഡ്സും. പ്രയർ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു ആഗ്രഹം ഉണ്ടാവും, ഓ ഇതൊക്കെ നടന്നാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ ഇതൊക്കെ നടക്കില്ലേ എന്നൊരു ചിന്ത. കമാൻഡ് കൊടുക്കുമ്പോഴായാലും അതെ നമ്മുടെ ഉള്ളിൽ ഒരു ഇത് വരും, ഇവർക്ക് ഇത് അനുസരിക്കോ അല്ലെങ്കിൽ എല്ലാവരും അനുസരിക്കണം എന്നൊരു ഇത്. ആ ഒരു ഇതിനാണ് സ്റ്റാമറിംഗ് എന്ന് പറയുന്നത്. ദൈവത്തിനും ഇതുപോലെ സ്റ്റാമറിംഗ് സംഭവിച്ചിട്ടുണ്ടാവും. ഇനി സ്റ്റാമറിംഗ് വരുമ്പോൾ കെ സച്ചിദാനന്ദൻ ഇത് പഠിച്ചോ, ഈസ് എ പോയിനിയർ ഓഫ് മോഡേൺ പോയിട്രി ഇൻ മലയാളം. മോഡേൺ പോയിട്രി, പുതുതലമുറയുടെ പുതുഭാഷാ രീതി ഉപയോഗിച്ചാണ് ആള് കവിതകൾ എഴുതുന്നത്. പിന്നെ ഇതിന് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുക ബ്ലോഗിംഗ് ആണ്. ബ്ലോഗിങ്ങിന്റെ ഫോർമാറ്റ് ഇവിടെ തന്നിട്ട് ആദ്യം ഹെഡിങ് എഴുതാം, പിന്നെ ഡേറ്റ് എഴുതാം, പിന്നെ എഴുതിയ ആളുടെ പേര് എഴുതാം. ഇവിടെ 3 കൊടുത്തേക്കുന്നത്, ഡേറ്റ് എഴുതാം, പിന്നെ 3 പാരഗ്രാഫ്, 1, 2, 3, പിന്നെ അവസാനം കൺക്ലൂഷൻ ഇല്ലെങ്കിലും ഈ ടെസ്റ്റിൽ പറയുന്ന ഫോർമാറ്റ് തന്നെ ഫോളോ ചെയ്യാൻ ശ്രമിക്കണം. പിന്നെ അത്രയാണ് ഈ യൂണിറ്റിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത്. ഓൾ ദി ബെസ്റ്റ്.